ഞെട്ടിക്കുന്ന സംഭവമാണ് തിരുവല്ലയിലെ സ്പായിൽ നടന്നത്. അതിന് പിന്നാലെ സംസ്ഥാനത്ത് ഈ സ്പാകൾ കേന്ദ്രീകരിച്ച് മറ്റു ചില പരീക്ഷണ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും തിരുവല്ല സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ നീക്കമാണ്. 3 പ്രതികളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. എന്തുകൊണ്ട് ഇതിന് കഴിഞ്ഞില്ല എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല? അത് നൽകാനുള്ള വിശദീകരണം. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ കേസ് 1-ാം തീയതിയാണ് നടക്കുന്നത്. അതിനുശേഷം 2-ാം തീയതിയാണ് പോലീസ് ഈ കേസ് എടുക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ എഫ്ഐആർ ഇട്ടതിന് ശേഷം പ്രതികളിലേക്ക് അന്വേഷണം പോകുന്നത്. അതിൽ 2 പ്രതികളെ മാത്രമാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഇന്നലെ വരുൺകുമാറിനെ, അതായത് നിരണം സ്വദേശിയായ വരുൺകുമാറിനെ ആലുവയിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയാക്കുന്നത്. അങ്ങനെ 3 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഈ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് പിടിയിലായിട്ടുള്ളത്. ഇനിയും 3 പേരെ കൂടി ഈ പിടിയിലാകാനുണ്ട്. 6 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 3 പേർ ഇപ്പോൾ അവരെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർ സംസ്ഥാനം വിട്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അവർ സംസ്ഥാനം വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 3-ാമത്തെ പ്രതിയായ വരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സൂചനകൾ ലഭിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരുൺകുമാർ നൽകിയ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. കാരണം ഈ പ്രതികളെ 3 പ്രതികൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുമുണ്ട്. എന്തായാലും ഈ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു അവശ്യത്തെ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം ഈ സ്പായുടെ ഉടമ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരം ഒരു ആരോപണം പ്രാദേശിക തലത്തിലുമുണ്ട്. നിലവിൽ ഈ ഗുണ്ടകളും പോലീസും തമ്മിൽ അവശ്യത്തെ ബന്ധം ഉണ്ട്. അതാണ് ഈ പ്രതികളെ പിടികൂടാനുള്ള താമസമായി പറയുന്നത്. പക്ഷെ പോലീസ് ഇത് പാടെ നിഷേധിക്കുകയാണ്. ഇത്തരം ആരോപണം ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ കൂട്ടബലാത്സംഗത്തിന് ശേഷം പരാതിക്കാരിയായ യുവതി, അതായത് അതിജീവിത, മൊഴി നൽകിയത് പോലീസ് കേസെടുത്തതിന് ശേഷമാണ്. അതായത് പോലീസ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് സ്വമേധ കേസെടുക്കുകയായിരുന്നു. അതിന് ശേഷമാണ് പരാതിക്കാരി തന്നെ ഇത്തരം കാര്യമായി ഈ പരാതിയുമായി രംഗത്ത് വരാൻ സാഹചര്യം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു പെട്ടെന്നൊരു ആക്ഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ഗുണ്ടകൾ കൃത്യമായി ഈ പാപ്പാ കേസിലെ പ്രതി, അതായത് മരണസുബിൻ എന്ന് പറയുന്ന സുബിനാണ് ഈ കേസിലെ 1-ാം പ്രതി. ആ സുബിൻ 11ഓളം കേസുകളിലെ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കാപ്പ ചുമത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതികൾ തിരുവല്ല നഗരം കേന്ദ്രീകരിച്ച് പലതവണയും ഇത്തരത്തിൽ ഗുണ്ടാപിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിലെല്ലാം പോലീസ് ഇത്തരക്കാർക്ക് സംരക്ഷിക്കുന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 1-ാം തീയതി നടന്ന സംഭവത്തിന് ശേഷം 2-ാം തീയതി കേസെടുക്കുന്നു. ഇത്രയും ഒരു കാലതാമസം ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ള ആരോപണമാണ് വരുന്നത്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. തിരുവല്ല DSPയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ച് വരും ദിവസങ്ങളിൽ തന്നെ ഈ പ്രതികളെ പിടികൂടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ജനങ്ങൾക്കൊരു വിശ്വാസക്കുറവുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികളും പോലീസും തമ്മിൽ ചില ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ്. അതിന് കാരണമായി പറയുന്നത് ഈ പലതരത്തിലുള്ള ഈ ഗുണ്ടകൾ തിരുവല്ല നഗരത്തിൽ പലതരത്തിലുള്ള ആക്രമണം നടത്തുമ്പോഴും ഒരു മൗന അനുവാദം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണസുബിൻ 11ഓളം കേസിലെ പ്രതിയായ മരണസുബിൻ അടക്കമുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടും അതിനെതിരെ പോലീസ് കൃത്യമായി നടപടി നടത്താത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നഗര മധ്യത്തിൽ തന്നെ ഒരു കൂട്ടബലാത്സംഗം ഉണ്ടായെന്നാണ് ആരോപണം ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഈ 3 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത്തരം വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നു. അതും അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും തിരുവല്ല സ്പായിലെ ഈ കൂട്ടബലാത്സംഗ കേസിൽ വലിയ രീതിയിൽ പോലീസ് നീങ്ങുന്നുണ്ടെങ്കിൽ കൂടിയും പോലീസിന് വലിയ ആക്ഷേപം നേരിടേണ്ടി വരുന്നത്. കാരണം ഇപ്പോഴും 3 പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. നേരത്തെ തന്നെ ഈ ഗുണ്ടാ സംഘങ്ങളുമായി പോലീസിന് ചില ഒത്തുതീർപ്പുകൾ ഉണ്ട് എന്ന ആക്ഷേപമുണ്ട്. അക്കാര്യം കൂടി അന്വേഷണ വിധേയമാവുന്നുണ്ട്. എന്തായാലും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവം കൂടിയാണ് പുറത്തു വന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. സമീപത്തെ ചില ഗുണ്ടകൾ സ്ഥലത്തെത്തി ഭീഷണിപ്പെടുത്തി അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ഇതാണ് പരാതി. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. തിരുവല്ല നഗരമധ്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ ഈ പ്രതികൾക്ക് സമീപത്തെ ഇടങ്ങളിൽ നേരത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തി എന്ന പരാതിയുള്ളവരാണ്. അവർക്ക് എങ്ങനെ ഇത്തരം സ്വാതന്ത്ര്യം കിട്ടി, എന്തുകൊണ്ട് കേസെടുക്കാൻ വൈകി, എന്തുകൊണ്ട് പ്രതികളെ പിടികൂടിയില്ല? വലിയ ചോദ്യമാണ്, വലിയ വിമർശനമാണ്. പോലീസ് ഉത്തരം നൽകിയേ മതിയാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.